നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ പാണ്ഡവര് വളരെ സുഖലോലുപരായി നഗരത്തിൽ വസിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പം വനത്തിലും വസിക്കുന്നതെന്ന് ദുര്യോധനാദികൾ അറിഞ്ഞു. അതറിഞ്ഞപ്പം മുതൽ എങ്ങനെ അവരെ ദ്രോഹിക്കാം എന്നുള്ള ചിന്തയിലായി. അതിനു വേണ്ടിയിട്ട് കർണൻ സകല കപടതന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്താൻ കഴിവുള്ള ഒരാളാണ് കർണൻ, ശകുനി, ദുശാസനൻ, ദുര്യോധനൻ ഇവരെല്ലാരും കൂടി ഇങ്ങനെ ആലോചിച്ചു, എന്താണ് അടുത്ത് നമുക്ക് അവരെ ദ്രോഹിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ദ്രോഹിക്കാം എന്നിങ്ങനെ അവർ കൂടി ആലോചിച്ചു. ആ സമയത്ത് ദുർവാസാവ് മഹർഷി, അറിയാവില്ല ദുർവാസാവ് മഹർഷി ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അങ്ങനെ ദേഷ്യം വന്ന ഉടനെ അദ്ദേഹം ശപിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷി ഒരു 10,000 ശിഷ്യന്മാരുമായിട്ട് ഹസ്തിനപുരത്തിലെത്തി. ഈ സന്ദർഭത്തിൽ ദുര്യോധനാദികൾക്ക് അറിയാം മുനിയുടെ ശാപം ഭയങ്കരമാണ്, അതുകൊണ്ട് മുനിയെ ഒരു തരത്തിലും പ്രകോപിതനാക്കാൻ പാടില്ല എന്നുള്ളത് ദുര്യോധനാദികൾക്കറിയാം. അവര് ചെന്ന് വളരെ ആദരപൂർവ്വം മഹർഷിയെ കൊണ്ടുവന്ന് അവിടെ ആസനസ്ഥനാക്കി അർഘ്യപാദ്യാദികളൊക്കെ നൽകി. അപ്പൊ മുനി പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഞാൻ സ്നാനം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. കപട വിനയത്തോടു കൂടിയാണ് ദുര്യോധനൻ ദുർവാസാവിന്റെ അടുത്ത് പെരുമാറിയത്. യഥാർത്ഥത്തിൽ ദുര്യോധനൻ അങ്ങനെ ദുർവാസാവിനോട് വിനയമൊന്നുമില്ല. പിന്നെ അയാളെ പേടിച്ച്, ദുർവാസാവ് മഹർഷിയെ പേടിച്ചാണ് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷി പോയപ്പോ ഇവര് എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആജ്ഞയൊക്കെ കൊടുത്ത് ദുര്യോധനൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. മഹർഷി പോയിട്ട് അപ്പോഴൊന്നും വന്നില്ല. മഹർഷി സ്നാനവും കഴിഞ്ഞ് തപസ്സും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് വൈകി വന്നപ്പോൾ പറഞ്ഞു, വേണ്ട ഭക്ഷണം വേണ്ട. അപ്പൊ അത്രയും ഭക്ഷണം വേസ്റ്റായി പോയില്ലേ, അത്രയും ഭക്ഷണം വെറുതെ ആയിപ്പോയി. പക്ഷെ എന്നാലും ദുര്യോധനൻ ഒരു ഭാവഭേദവും കാണിച്ചില്ല, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ കുറെ ദിവസം മുനി അവിടെ താമസിച്ചപ്പോഴൊക്കെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഹസ്തിനപുരത്തിൽ ദുര്യോധനൻ ഉണ്ടാക്കി. ആഹാരം ഉണ്ടാക്കി വെക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയുക, അത്രയും ആഹാരം നശിച്ചു പോവുക, പിന്നെ ചിലപ്പം നേരത്തെ കയറി വരിക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇതെല്ലാം നടന്നിട്ടും ദുര്യോധനാദികൾ യാതൊരു അപ്രിയവും കാണിച്ചില്ല. അവസാനം കുറെ ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോ ദുർവാസാവ് മഹർഷി വളരെ സന്തുഷ്ടനായിട്ട് ചോദിച്ചു, അല്ലയോ ദുര്യോധനന, നിന്റെ സൽക്കാരത്തിൽ ഞാൻ വളരെ സംപ്രീതനാണ്, നിനക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവന്മാര് ഗൂഢതന്ത്രം മെനഞ്ഞു. ഇവർക്കറിയാം ദുർവാസാവ് മഹർഷിയെ സന്തുഷ്ടനാക്കിയാൽ അദ്ദേഹം വരം ചോദിക്കും, അപ്പൊ എന്താണ് പറയേണ്ടതെന്നുള്ളത് അവർ നേരത്തെ വിചാരിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ മഹർഷി, എന്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ വനത്തിൽ വസിക്കുകയാണ്, അദ്ദേഹവും പാഞ്ചാലിയുമെല്ലാം വനത്തിൽ വസിക്കുകയാണ്. അങ്ങ് അവിടെ ചെന്ന് അവരുടെ സൽക്കാരം കൂടെ ഏറ്റിട്ട് വേണം പോകാൻ. അത് ദ്രൗപദി ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കണം അങ്ങ് അവിടെ പോകേണ്ടത് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ദുർവാസാവ് മഹർഷി അവിടെ നിന്ന് പോയി. പിന്നീട് ഒരു ദിവസം പാണ്ഡവരും ബ്രാഹ്മണരും മറ്റനുയായികളും പാഞ്ചാലി തന്നെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദുർവാസാവും തന്റെ അനുയായികളുമായിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ ദൂരെ നിന്ന് തന്നെ മഹർഷിയെ കണ്ട് യുധിഷ്ഠിരനും ഒക്കെ ചെന്ന് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ എതിരേറ്റ് കൊണ്ടുവന്നിരുത്തി അർഘപാദ്യാദികളെല്ലാം കൊടുത്തപ്പോഴത്തേക്ക് മുനി പറഞ്ഞു, എനിക്ക് സ്നാനത്തിന് പോണം. ശരി, അവിടുന്ന് സ്നാനം കഴിഞ്ഞിട്ട് വരൂ, ആഹാരം കഴിക്കാം എന്ന് യുധിഷ്ഠിരൻ ദുർവാസാവിനോട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ദുർവാസാവും 10,000 ശിഷ്യന്മാരും കൂടെ നേരെ സ്നാനത്തിനായിട്ട് പോയി. യുധിഷ്ഠിരൻ പറഞ്ഞ്, നിത്യകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് വേഗം വന്നാലും ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പം അത് ദ്രൗപദി എങ്ങനെ ഭക്ഷണം നൽകുമെന്നുള്ള കാര്യം ചിന്തിച്ച് വളരെ ദുഃഖത്തിലാണ്ടു. ദ്രൗപദിക്ക് അക്ഷയപാത്രം സൂര്യഭഗവാൻ കൊടുത്തതാണ്. അത് പാണ്ഡവരും ബ്രാഹ്മണരും എല്ലാരും കഴിച്ചതിന് ശേഷം ദ്രൗപദിയും ആ പാത്രത്തിൽ നിന്നുള്ള ആഹാരം കഴിക്കും. അതിനുശേഷം ആ പാത്രത്തിൽ ആഹാരം ഉണ്ടാവുകയില്ല.
അതാണ് ആ പാത്രത്തിന്റെ സവിശേഷത. അപ്പൊ ഇപ്പൊ പാഞ്ചാലി വരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകപ്പാടെ വിഷമവൃത്തത്തിലായി ദ്രൗപദി. ദ്രൗപദി എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ സങ്കടമെല്ലാം തന്റെ താൻ ആരാധിക്കുന്ന കൃഷ്ണ ഭഗവാനോട് പറയാമെന്ന് വിചാരിച്ചു. കൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു വിളിച്ചു, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും, ദുർവാസാവ് മഹർഷിയാണ്, പെട്ടെന്ന് കോപം വരുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് കൃഷ്ണ എന്നെ വിളിച്ച് ഇങ്ങനെ കരയുന്നത്? കൃഷ്ണ പാഞ്ചാലി തന്നെയാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണ എന്നെ വിളിച്ച് ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണൻ പാഞ്ചാലിയുടെ അടുത്തെത്തി. പാഞ്ചാലിയുടെ അടുത്തെത്തിയപ്പോ പാഞ്ചാലി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഇങ്ങനെ ദുർവാസാവ് മഹർഷിയൊക്കെ സ്നാനത്തിന് പോയിരിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണത്തിനായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നു, നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ എന്ന് പറഞ്ഞു. അപ്പൊ എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്? അല്ലയോ ഭഗവാനെ, ഒന്നുമില്ല, ഞാൻ എവിടുന്ന് എടുത്ത് തരാനാണ്? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നീ പോയി ദ്രൗപദി പോയി ആ അക്ഷയപാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദ്രൗപദി ചെന്ന് ആ അക്ഷയപാത്രം എടുത്തുകൊണ്ട് വന്നു. ആ അക്ഷയപാത്രം എടുത്തുകൊണ്ട് വന്നപ്പോ അതിന്റെ അരികിൽ ഒരു കഷ്ണം ചീരയില, ചെറിയ ഒരു കഷ്ണം ചീരയില ഉണ്ടായിരുന്നു. ഭഗവാൻ അതെടുത്ത് ഭക്ഷിച്ചിട്ട് പറഞ്ഞു, നല്ല രുചി, എനിക്ക് സന്തോഷമായി, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സമയം സ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് തുടങ്ങിയ ബ്രാഹ്മണർക്കൊക്കെ പെട്ടെന്ന് അന്നം കഴിച്ച്, അതായത് ആഹാരം കഴിച്ചതുപോലെയുള്ള വയറൊക്കെ നിറഞ്ഞ് നല്ല ഏമ്പക്കമൊക്കെ വിടുന്നു, അന്നത്തിന്റെ മണമുള്ള ഏമ്പക്കം വരെ വന്നു എന്നൊക്കെ പറഞ്ഞ് അവര് ഏമ്പക്കമൊക്കെ വിട്ട് എല്ലാവർക്കും വളരെ വയറ് നിറഞ്ഞ ഒരവസ്ഥ വന്നു. ഈ അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, അയ്യോ, എങ്ങനെ ഇപ്പൊ നമ്മൾ യുധിഷ്ഠിരന്റെ അടുത്ത് പോകും? യുധിഷ്ഠിരനോട് ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞു. വളരെ ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹം ഭക്ഷണം റെഡിയാക്കി വെക്കും. അപ്പൊ നമ്മൾ ചെന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഭക്ഷണം പാകം ചെയ്ത് വെക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ സ്നാനത്തിനായിട്ട് വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരനോട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം, അവരോടൊന്നും പറയണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. ആ സമയം യുധിഷ്ഠിരൻ പറഞ്ഞു, അവരെ കണ്ടില്ലല്ലോ, സ്നാനത്തിന് പോയവരെ, അവരെ പോയി വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് സഹദേവനെ അങ്ങോട്ട് വിട്ടു. സഹദേവൻ അവിടെ ചെന്നപ്പോ ഈ ദുർവാസാവിന്റെ ശിഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. എന്താണിത് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവരെല്ലാം ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു, അതുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ദുർവാസാവ് മഹർഷി പറഞ്ഞു, എനിക്കാണ് ഇപ്പൊ ഭക്തന്മാരെ ഭയങ്കര ഭയവുമാണ്, അവരാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവരുമാണ്, വേണമെങ്കിൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ നമ്മളെ കൂടെ ഭസ്മമാക്കി കളയും, അതുകൊണ്ട് നമുക്ക് അങ്ങ് പോകാം എന്ന് പറഞ്ഞ് അവര് അവിടെ നിന്ന് അങ്ങ് പോയി, യാത്ര പോലും പറയാതെ പോയി. അപ്പോ യുധിഷ്ഠിരന് പിന്നെ സംശയം, ഇനി അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തെങ്ങാണ് ഇവിടെ വീണ്ടും പഴയതുപോലെ കയറി വന്നാലോ, നമ്മളെ പറ്റിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഇനി ദുർവാസാവ് മഹർഷി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ഒരിക്കൽ പാണ്ഡവര് ദ്രൗപദി ആശ്രമത്തിൽ വിട്ടിട്ട് വനാന്തർ ഭാഗത്തേക്ക് പോയി. ആ സമയത്ത് സൈന്ധവ രാജ്യത്തിലെ വൃദ്ധക്ഷത്രൻ രാജാവിന്റെ മകനായ ജയദ്രഥൻ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് സാല്യ രാജ്യത്തേക്ക് പോവുകയായിരുന്നു. അപ്പോ വളരെ ആർഭാടപൂർവമായിട്ട് സൈന്യങ്ങള്, രഥം, ആന, കുതിര എല്ലാമായിട്ടാണ് പോകുന്നത്. അപ്പോ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ പാണ്ഡവരുടെ വനപ്രദേശത്തിനടുത്തുകൂടാണ് അവർ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ പോയപ്പോ പെട്ടെന്ന് തന്നെ ആശ്രമ കവാടത്തിൽ നിൽക്കുന്ന ദ്രൗപദിയെ കണ്ടു. അയ്യോ, ഇതാര്, ഇത്രയും സർവാംഗ സുന്ദരിയായ ഇവൾ ആരാണ്? ദേവകന്യകയാണോ, അപ്സരസാണോ, യക്ഷസ്ത്രീയാണോ, വല്ല രാക്ഷസന്മാരുടെയും ഭാര്യയാണോ, ആരാണെന്നൊന്നും അറിഞ്ഞില്ല. അവളുടെ സൗന്ദര്യം കണ്ട് ജയദ്രഥൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. അപ്പം ജയദ്രഥന്റെ കൂടെ
മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. അവരോട് ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് ജയദ്രഥന്റെ വളരെ അടുത്ത അനുയായിയായിരുന്നു. കോടികാസ്യൻ എന്നാണ് ആ രാജാവിന്റെ പേര്. അപ്പം ആ രാജാവിനോട് പറഞ്ഞു, അയ്യോ അവൾ ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്ക്. പിന്നെ ഇവരെ എനിക്ക് വധുവായിട്ട് കിട്ടിയാൽ എനിക്ക് പിന്നെ ശാല്യ ദേശത്തോട്ട് പോകണമെന്നുള്ള ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഒന്ന് പോയി അന്വേഷിച്ചിട്ട് പോവാ. ഈ ആശ്രമ കവാടത്തിൽ അവരിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് മുന്നോട്ട് പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോടികാസ്യൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ ആരാണ്? നീ അപ്സര സ്ത്രീയാണോ? അതോ ഏത് രാജ്യത്തിലെ രാജാവിന്റെ മകളാണ്? ആരുടെ പത്നിയാണ് എന്നൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുരഥന്റെ മകൻ കോടികാസ്യനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു അന്യപുരുഷനോട് സംസാരിക്കുന്ന സ്ത്രീയല്ല, ഞാനൊരു പതിവ്രതയാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ ഇവിടെ മറ്റാരും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ പാഞ്ചാല രാജാവിന്റെ മകൾ ദ്രൗപദിയാണ്. എൻ്റെ ഭർത്താക്കന്മാർ പാണ്ഡവരാണ് എന്ന് പറഞ്ഞു. അവര് വനത്തിലേക്ക് പോയിരിക്കുന്നു. നിങ്ങള് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ ഇരിക്കാം, അവരിപ്പോ വരും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന അർഘ്യപാദ്യാദികളെല്ലാം ഞാൻ തരാം എന്ന് പറയുന്നു. ഇത് കേട്ട് കോടികാസ്യൻ ചെന്ന് നേരെ ജയദ്രഥനോട് പറഞ്ഞു. അപ്പൊ ജയദ്രഥൻ പറഞ്ഞു, ശരി ശരി, ഞാൻ തന്നെ അവരുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ജയദ്രഥൻ നേരെ ആശ്രമത്തിനകത്തേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ ആരാണെന്നൊക്കെ അവർ വെളിപ്പെടുത്തി. ഞാൻ സൈന്ധവ രാജ്യത്തിലെ വൃദ്ധക്ഷത്രന്റെ മകനായ ജയദ്രഥനാണ്. എന്നെ പറ്റി നീ കേട്ടിരിക്കുമല്ലോ. നീ ഈ കാട്ടിനകത്ത് പുല്ലും വൈക്കോലും പോലെയുള്ള സാധനങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും തിന്ന് അലഞ്ഞു നടക്കുന്നവരുടെ കൂടെ എന്തിനാണ് ഇവിടെ കഴിയുന്നത്? ഈ പാഞ്ചാല രാജാവ് എന്തിനാണ് നിന്നെ പിടിച്ച് പാണ്ഡവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്? നീ എൻ്റെ കൂടെ വരൂ. നിന്റെ രാജ്യം ഇനി സൈന്ധവ രാജ്യമാണ്. സൈന്ധവ രാജ്യം നിന്റെ അധീനതയിലാകും. നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. ജ്വലിച്ച് പാഞ്ചാലി തിരിഞ്ഞു നിന്ന് ജയദ്രഥനോട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പാണ്ഡവന്മാർ ഭയങ്കര ബലവാന്മാരും പരാക്രമികളുമാണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി കാണൂല. നിങ്ങളും നിങ്ങളുടെ അനുയായികളും ഒന്നും ബാക്കി കാണത്തില്ല. അതുകൊണ്ട് മര്യാദയോടുകൂടി നിങ്ങൾ സംസാരിക്കണം. അപ്പൊ വീണ്ടും ജയദ്രഥൻ പറഞ്ഞു, സുന്ദരി, അവരെന്നെ എന്ത് ചെയ്യാനാണ്? അവർക്കൊന്നും എന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലിയുടെ ഉത്തരീയത്തിൽ പിടിച്ചു വലിച്ചു. പാഞ്ചാലി ഊക്കോടുകൂടി അയാളെ പിടിച്ച് തള്ളിയതും അയാൾ ചെന്ന് പ്രതീക്ഷിക്കാത്ത തള്ളലായതുകൊണ്ട് മലർന്നടിച്ച് അയാൾ വീണടുത്തുനിന്ന് അയാൾ ചാടി എണീറ്റ് വീണ്ടും അവളുടെ ഉത്തരീയത്തിൽ പിടിച്ചു. ആ സമയത്ത് ധൗമിക മഹർഷിയെ വിളിച്ച് അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ വണങ്ങിയിട്ട് ദ്രൗപദി ജയദ്രഥനോടൊപ്പം പോകേണ്ടി വന്നു. അപ്പൊ ധൗമ മഹർഷി ഈ കാലാൾപ്പടയുടെ ഇടയിൽ കൂടെ ആ രഥത്തില്, അതായത് ജയദ്രഥൻ പാഞ്ചാലിയെ കൊണ്ട് കയറ്റിയ രഥത്തില് അടുത്തേക്ക് നടന്നു തുടങ്ങി. ആ സമയം അദ്ദേഹം ഉച്ചത്തിൽ ഭീമ ഭീമ എന്ന് വിളിച്ചു. അങ്ങനെ ഭീമസേനനും അനുജന്മാരും എല്ലാവരും വന്നു. ജ്യേഷ്ഠനും വന്നു, യുധിഷ്ഠിരനും വന്നു ജയദ്രഥനുമായിട്ട് ഭയങ്കരമായ യുദ്ധം നടന്നു. അപ്പൊ ജയദ്രഥനെ വധിക്കരുത്. യുധിഷ്ഠിരൻ അർജുനോട് പറഞ്ഞു, ഒരിക്കലും ജയദ്രഥനെ വധിക്കരുത്. ജയദ്രഥനെ വധിക്കണമെന്ന് തോന്നുമ്പോൾ ദുഷള, നമ്മളുടെ സഹോദരിയായ ദുഷളയെയും കൗരവ മാതാവായ ഗാന്ധാരിയെ ഓർമ്മിക്കണം എന്ന് പറഞ്ഞു. അതായത് ദുര്യോധനന്റെ 100 സഹോദരന്മാരും ദുര്യോധനൻ ഉൾപ്പെടെ 100 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട്, ദുഷള. അപ്പൊ ദുഷളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അപ്പൊ ഗാന്ധാരി അമ്മയുടെ മരുമകനും സഹോദരിയുടെ ഭർത്താവുമാണ്. അപ്പൊ ഒരു കാരണവശാലും ജയദ്രഥനെ വധിക്കാൻ പാടില്ല. അല്ലാതെ തന്നെ അയാൾക്ക് താക്കീത് കൊടുത്ത് പറഞ്ഞു വിടുകയാണ് വേണ്ടത് എന്ന് യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. എന്നിട്ട് പാഞ്ചാലിയെ മോചിപ്പിക്കുകയും ജയദ്രഥനെയും അനുയായികളെയും കണക്കറ്റ്
ക്ഷതമേൽപ്പിച്ച് വിടുകയും ചെയ്തു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.